നിങ്ങളുടെ പോലീസ് ആ പിള്ളേരെ ബ്ലേഡും കൊണ്ടൊക്കെ വരഞ്ഞെന്ന് കേട്ടല്ലോ. പിന്നെ പോലീസിന് ഷേവിംഗ് ആണല്ലോ പണി. ഇതാ കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ പോലത്തെ ആ ഇഷ്ടികയും മുട്ടയൊക്കെ എറിഞ്ഞ് നടത്തിയില്ലേ. കഴിഞ്ഞ ദിവസം ഇപ്പോൾ കലക്കവെള്ളം കൊണ്ടുവന്ന് സഭയിൽ പ്രസംഗിച്ചില്ലേ. അതുപോലത്തെ ഒരു നാടകമായിട്ട് കണ്ടാൽ മതി. പോലീസിന്റെ ഒരു കയ്യിൽ ലാത്തിയും മറ്റേ കയ്യിൽ ഷീൽഡും, പിന്നെ മൂന്നാമത് കൈ ഉണ്ടാവും ബ്ലേഡിന് അത് വരയാനായിട്ട്. ശരിയാണല്ലോ. ഷർട്ട് കീറാതെ ബ്ലേഡിന് വരയാൻ പറ്റുന്ന ജാലവിദ്യ പഠിപ്പിച്ചിട്ടുണ്ട് ഇവർ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. പിന്നെ 30 എന്തിനാ ദിവസം അവരങ്ങനെ പറയണേ? അല്ല, 30 ദിവസം കൊണ്ട് പോലീസിന്റെ സ്വഭാവം മാറി. ഇത് കഷ്ടപ്പെട്ട് ഒരു രക്തസാക്ഷിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടുകൾ. അത് ഇപ്പോൾ ഭരണമില്ലാത്തതുകൊണ്ട് ഫണ്ടിന് വലിയ ഷോർട്ടേജ് ആണല്ലോ. ഒരു രക്തസാക്ഷിനെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചില്ലറ ഒപ്പിക്കാമല്ലോ. എന്നാലും പോലീസ് അവരെ ഭയങ്കരമായിട്ട് തല്ലിന്ന് കേട്ടല്ലോ. ചുമ്മാ അറിയുന്നതന്നെ. മുദ്രാവാക്യം കേട്ട് കഴുത്തുളുക്കുകയും കൈ ഉളുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ അത്യാസന്ന നിലയിലാണ്, ആശുപത്രിയിലാണെന്നും പറഞ്ഞ് നാട് മുഴുവൻ അടിയും ബഹളവും കലാപം ഉണ്ടാക്കിയ ടീമാണ്. പകുതിയിലധികം നുണയാണ്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു രക്ഷാപ്രവർത്തനമാണെന്ന് കണ്ട് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ പോരെ. ഇനി ബ്ലേഡിന് പറഞ്ഞു എന്നുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ CCTV ഒക്കെ പരിശോധിക്കട്ടെ. എന്നാലും രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് തലക്കടിച്ചതൊക്കെ അതൊന്നും ശരിയല്ല കേട്ടോ. നീ എന്തെന്നായി പറയണേ? ഇവിടെ ചെടിച്ചട്ടിക്കും പട്ടികയ്ക്കും ഹെൽമെറ്റിനൊക്കെ അടിച്ചു കൊല്ലാൻ നോക്കിയത് തന്നെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു. അന്ന് ഇവരൊക്കെ തേച്ചു വെച്ച ഉടുപ്പിൽ മൂത്രമൊഴിക്കണം മരപ്പട്ടിയുടെ പോലും ജനാധിപത്യ ബോധം ഇല്ലാണ്ട് വീട്ടിലിരിക്കുകയായിരുന്നു. ഇപ്പൊ വന്നിട്ട് പറയാണ് പോലീസ് തല്ലിയെന്ന്. അത് ചുമ്മാ തലയിലൊക്കെ ഒന്ന് പരിശോധിച്ച് ഇപ്പൊ എന്നോട്ടൊക്കെ അവസാനിപ്പിച്ചങ്ങ് മാറിപ്പോക്കോളും. ഇനിയിപ്പോ രക്ഷാപ്രവർത്തനം ആണെങ്കിൽ തന്നെ കിട്ടിയവർ മാറി ഇന്ന് കിട്ടാത്തവർ മുന്നിലേക്ക് ഇന്ന എല്ലാവർക്കും ഒരു പങ്ക് പറ്റാം. ഇതൊരു 10 കൊല്ലമായിട്ട് ഇല്ലാത്ത ആചാരമായതുകൊണ്ട് എന്താണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം രക്ഷാപ്രവർത്തനം കാണിക്കലാണോ? ഞങ്ങളുടെ ഉദ്ദേശം രക്ഷാപ്രവർത്തനം ഒന്നല്ല. ഇന്ത്യയിലെ 1-ാം നമ്പർ പോലീസ് സേനയാണ് 1.5 മാസം മുമ്പ് പിണറായി വിജയൻ VD സതീശനെ ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നത്. അപ്പൊ പിന്നെ ആ പോലീസ് 1.5 മാസം കൊണ്ട് മോശപ്പെട്ട സേനയാവും? ഒരു സാധ്യതയുമില്ല. ഇവിടെ അക്രമം നടത്തിയാൽ പോലീസ് നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കും. ഇനി അത് മാത്രല്ലെന്ന്, എന്താണ് ഇവരുടെ പ്രശ്നം? PM ശ്രീയിൽ ഒപ്പിട്ടു എന്നതാ. ഒപ്പിട്ടത് പിണറായി വിജയന്റെ കാലത്തല്ലേ, ശിവൻകുട്ടിയുടെ കാലത്തല്ലേ. അന്ന് ഇവരൊന്നും തല്ലി പൊളിക്കുന്നതെങ്കിലും കണ്ടില്ല. അന്ന് ഇവരുടെ ഒന്നും ഒരു മുദ്രാവാക്യവും നമ്മൾ കേട്ടില്ല. ഇനി അത് തുടരണമോ വേണ്ടയോ എന്ന് പരിശോധിക്കാൻ ഇപ്പോൾ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഇവരുടെ പ്രശ്നം. അന്ന് മരവിപ്പിക്കാൻ വേണ്ടി ഒപ്പിട്ടപ്പോ ഒരു പ്രശ്നമില്ല. ഇപ്പൊ മരവിപ്പ് മാറി എന്നാണ് പറയുന്നത്. അതിപ്പോ 2 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ മരവിപ്പ് മാറിക്കുമ്പോ കാര്യം മനസ്സിലായിക്കോളും. അടി കിട്ടിയ പിള്ളേർക്കൊക്കെ നല്ല തടിപ്പും മരവിപ്പൊക്കെ ഉണ്ടെന്ന് കേട്ടു. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് IT കമ്പനി തുടങ്ങിയവരുടെ മാസപ്പടിക്ക് കാവൽ നിൽക്കാൻ വേണ്ടി ഇഷ്ടിക എറിയാനും മുട്ട എറിയാനും പോയിപ്പോ കുറെ എണ്ണം ഇപ്പൊ ജയിലിൽ കിടപ്പുണ്ട്. അതുപോലെയാണ്. അന്ന് ഒപ്പിട്ട് മരവിപ്പിച്ചപ്പോൾ ഒരു പരാതി ഉണ്ടായില്ല. ഇന്നിപ്പോ അത് തുടരണമോ എന്ന് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കുമ്പോൾ വലിയ ബഹളമാണ്. അത് മരവിപ്പ് സ്വാഭാവിക. അപ്പൊ ഇനിയും രക്ഷാപ്രവർത്തനങ്ങൾ കുറെ കാണേണ്ടി വരൂല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഇപ്പൊ ഈ ഓപ്പറേഷൻ തൂഫാൻ ഇത്ര ഉഷാറാക്കിയാറുണ്ട്. കഞ്ചാവ് കടത്തും മയക്കുമരുന്ന് കടത്തും ഒന്നും പഴയ പോലെ നടക്കൂലല്ലോ. പിന്നെ തെരുവിലുണ്ടാവും, വണ്ടി തടയും, അടിയുണ്ടാക്കും. സ്വാഭാവികമായിട്ടും പോലീസ് ചിലപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയെന്നും വരും.